ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കേരള വാട്ടർ അതോറിറ്റി. യെസ്, അതിൻ്റെ ഓവർസീർ ട്രേസർ എക്സാംസ് ഓൾറെഡി വിളിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഏകദേശം 2018 അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എക്സാം ഏകദേശം നമ്മളൊരു ജനുവരി ഫെബ്രുവരിയോടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ആ എക്സാമിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സിലബസും എങ്ങനെ വേണോ അത് അപ്രോച്ച് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. ലോഗോ പ്ലീസ്. നേരത്തെ പറഞ്ഞ പോലെ 2018 കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3 ട്രേസർ നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് കാണാം, അന്ന് റിപ്പോർട്ട് ചെയ്തത് 86 വേക്കൻസി ആയിരുന്നു അന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. അതുപോലെ സ്കെയിൽ ഓഫ് പേ 20,000 50,000 ഇടയ്ക്കായിരുന്നു. അപ്പോൾ അതൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ലേറ്റസ്റ്റ് അഡ്വൈസ് വെച്ച് നോക്കുമ്പോൾ 800 മുകളിൽ അഡ്വൈസാണ് ഈ പോസ്റ്റിന് പോയിട്ടുള്ളത്. ഇത്രയായി അടുത്ത കാലത്ത് ഇത്രയും അഡ്വൈസ് പോയിട്ടുള്ളൊരു പോസ്റ്റ് എനിക്കറിഞ്ഞൂടാ. അത്രയും വേക്കൻസി നമ്മുടെ ഫീൽഡിൽ ഇത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സാമിൻ്റെ പ്രസക്തി. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണിത്. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചാൽ വിത്തിൻ 1 to 1.5 ഇയേഴ്സിനുള്ളിൽ ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റും. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വരത്തില്ല. സോ മാക്സിമം നല്ലപോലെ പഠിക്കുക. ഇനി ഇത് അപ്ലൈ ചെയ്യാത്തവർക്കും ഈ ഒരു കോഴ്സ് ഇപ്പം നമ്മൾ ഈ കേരള വാട്ടർ അതോറിറ്റി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിളിക്കുമ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പം ഇതായിരിക്കും, കാരണം നമ്മൾ ഈ ഓവർസീർ ഗ്രേഡ് 3 ആ ഒരു പോർഷനാണല്ലോ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വിളിക്കുമ്പോൾ, ആ പോസ്റ്റ് വിളിക്കുമ്പോൾ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിളിക്കുമ്പോഴും വളരെയധികം നന്നായിരിക്കും. അപ്പം ഇതാണ് ഒരു പോസ്റ്റിൻ്റെ ഓവറോൾ ഇത്. അപ്പോൾ നമുക്ക് സിലബസിലോട്ട് കിടക്കാം. ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി ഫ്രണ്ട്സ്, ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അത് വെച്ചാണ് ഒരു സ്ട്രക്ചർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ എക്സാമിനും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിലും മെക്കാനിക്കലും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ 2 പോർഷൻസും കമ്പൈൻഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് രണ്ടിനും നല്ല പ്രൊഫിഷ്യൻസി ഉള്ളവർക്ക് മാത്രമേ ടോപ്പിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഈ സിലബസിൽ വരുന്നത് മെക്കാനിക്കൽ പോർഷൻസിന്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, അതായത് മെക്കാനിക്കൽ പോർഷൻസിൻ്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസും ആൻഡ് സയൻസ്, അതാണ് ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ അതിനകത്ത് വരുന്നത് ബേസിക് യൂണിറ്റ്സ് ഉണ്ടല്ലോ, SI യൂണിറ്റ്, MKS യൂണിറ്റ്സ്, ആ യൂണിറ്റ്സുകൾ, പിന്നെ അതിൻ്റെ കൺവേർഷൻസ്, പിന്നെ സാധാ പ്ലെയിൻ ഫിഗേഴ്സും സോളിഡ്സിൻ്റെ ഏരിയയും ഡയമെൻഷൻസ്, വോളിയം ഒക്കെ ഡയമെൻഷൻസ് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്നത് ബേസിക് ഡെഫിനിഷൻസ്, അതായത് മാസ്, ഡെൻസിറ്റി, വെയിറ്റ്, ഇങ്ങനത്തെയുള്ള ബേസിക് ഡെഫിനിഷൻസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ന്യൂമറിക്കൽസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. അതായത് നിങ്ങൾ തുടക്കത്തിലുള്ള ആ ഒരു ടേംസ് ഒക്കെ പഠിച്ചിട്ട് സിമ്പിളായിട്ടുള്ള നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനും അങ്ങനെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻസ് ഉള്ള, വോളിയം കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ പോർഷൻസ് ഏറ്റവും കൂടെ ഡീപ്പായിട്ട് പോകുന്നതാണ്. മെഷീൻ ടൂൾസും അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസും. അപ്പോൾ മെഷീൻ ടൂൾസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ഉണ്ടല്ലോ. അതായത് സ്ലോട്ടിംഗ് മെഷീനുണ്ട്, മില്ലിംഗ് മെഷീനുണ്ട്, ഷേപ്പിംഗ് മെഷീനുണ്ട്, പ്ലാനിങ് മെഷീനുണ്ട്. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ ഓപ്പറേഷൻ സീക്വൻസസുമാണ് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. തേർഡ് ടോപ്പിക്ക് വരുന്നത് IC എഞ്ചിൻസിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസ് ഏതൊക്കെയാണ്. 2 സ്ട്രോക്ക് എഞ്ചിനുണ്ട്, 4 സ്ട്രോക്ക് എഞ്ചിനുണ്ട്, പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻസിൻ്റെ ഒക്കെ പാർട്സും ഓരോ പാർട്സിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസും പഠിക്കണം. പിന്നെ ബെയറിങ്സ്, പിന്നെ അങ്ങനത്തെ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഫോർത്ത് ടോപ്പിക്കാണ് ബെൽസ്, ഗിയേഴ്സ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. അപ്പം ബെൽസ് ആണെങ്കിലും ഗിയേഴ്സ് ആണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്സ് ഓഫ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ, ചെയിൻ ഡ്രൈവ് ആണെങ്കിലും പവർ ട്രാൻസ്മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പിന്നെ വെലോസിറ്റി റേഷ്യോ. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഈ IC എഞ്ചിൻസിൻ്റെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഗിയേഴ്സിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ പഠിക്കുക. ഫിഫ്ത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെഷീൻ ഡ്രോയിങ്. അപ്പോൾ അതിനകത്ത് നട്ട്സ് വരുന്നുണ്ട്, ബോൾസ്, വാഷേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്, ഇപ്പം ക്വാർട്ടർ ആൻഡ് പിൻ ജോയിൻ്റ് ആണെങ്കിലും, വെൽഡഡ് ജോയിൻ്റ് ആണെങ്കിലും, റിവറ്റഡ് ജോയിൻ്റ് ആണെങ്കിലും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബെയറിങ്സ്, പുള്ളീസ്, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെഷീൻസിൻ്റെ പാർട്സ്, എൻജിൻ്റെ പാർട്സ്, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പൈപ്സ് ആൻഡ് ഫിറ്റ്, പൈപ്സിൻ്റെ ലേഔട്ട്സ്, കപ്ലിങ്ങും ഫാസ്റ്റനിങ്സും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഓരോന്നിൻ്റെയും ടോളറൻസും ലിമിറ്റ്സും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ ഡ്രോയിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ മെഷീൻ ഡ്രോയിങ് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് പോയിൻറ്റ്സിൽ തുടങ്ങിയിട്ട് ലൈൻസ്, അതിൻ്റെ ഡയമെൻഷനിങ്,
അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസ്, അതിപ്പം പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ ആവാം, പ്ലെയിൻസിൻ്റെ പ്രൊജക്റ്റ് ആവാം, സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ ആവാം, പിന്നെ സർഫസിലോട്ട് നമ്മൾ പതിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ച എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇച്ചും കൂടെ നല്ലപോലെ പഠിക്കുക. പിന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, പുതിയ ടൈപ്പ് ഓഫ് കാബുലർ പ്രൊജക്ഷൻസ്, പുതിയ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇച്ചിരും കൂടെ ഡീപ്പായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടറും അതിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ തൊട്ട് പിന്നെ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, MS വേർഡ് ആവാം, MS ഓഫീസ് ആവാം. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് AutoCAD ആണ്. അപ്പോൾ AutoCADൻ്റെ ഇൻട്രഡക്ഷൻ തൊട്ട് AutoCADൻ്റെ ഫംഗ്ഷൻസ്, ഷോർട്ട് കീസ്, ഫംഗ്ഷൻ കമാൻഡ്സ്, ചുരുക്കി പറഞ്ഞ എല്ലാം. AutoCADൽ 2D മോഡലിംഗ് ഉണ്ട്, 3D മോഡലിംഗ് ഉണ്ട്. AutoCAD ഡ്രോയിങ് വരെ നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് പഠിക്കണം. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നിങ്ങൾക്ക് അറിയാലോ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ബ്രിക്ക് മേസൺറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പിന്നെ RCC വളരെ ഡെപ്തായിട്ട് തന്നെ പഠിക്കണം. പിന്നെ വരുന്നത് ആർച്ചസ്, ഡോർസ്, പിന്നെ റൂഫ്സ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഐ സജസ്റ്റ് യു ഹാവ് ടു കവർ എവറിത്തിങ്. അതായത് നമുക്കറിയാമല്ലോ PSC എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ആക്ച്വലി PSC എപ്പോഴും ഒരു സിലബസ് ഇടുമ്പോൾ അതിന് താഴെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു ചോദ്യവും PSCക്ക് ചോദിക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ സ്ലൈഡിൽ കാണിച്ചേക്കുന്നത് ഇൻഡെപ്തായിട്ട് പഠിക്കുക. പക്ഷേ അതിൽ നിർത്തരുത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നോട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ സബ്ജക്ട്സും പഠിക്കുക. കാരണം കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. സോ ഒരു പോർഷൻസ് മിസ് ചെയ്ത് ഇനി സമയമുണ്ടല്ലോ, നമ്മൾ ക്രാഷ് കോഴ്സ് ഒന്നും അല്ലല്ലോ, നമുക്ക് ഇപ്പം ഇനി സമയമുണ്ട്. ഇനി ജനുവരി ഫെബ്രുവരി വരെ ചിലപ്പോൾ അതും കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നല്ല സമയമുണ്ട്. എല്ലാം നല്ല ഡെപ്തായിട്ട് പഠിക്കുക. സോ ജസ്റ്റ് ഈ കാണിച്ചിരിക്കുന്ന ഇതിൽ ഒതുക്കരുത്. ആദ്യം ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇൻഡെപ്തായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവരുത്. അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ കവർ ചെയ്യുക. പിന്നെ വരുന്നതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഒരു സാധാ സിമ്പിൾ ബിൽഡിങ്ങിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, പിന്നെ ഓരോ വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളാണ് അതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ റോഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല, ട്രാഫിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. റോഡ്സിൻ്റെ അലൈൻമെൻറ്റ്, ഹൈവേ ജോമെട്രി, അലൈൻമെൻറ്റ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് റോഡ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ഇതൊക്കെയാണ് അതിനകത്ത് ഡീപ്പായിട്ട് പഠിക്കേണ്ടത്. പിന്നെ വരുന്ന ഇറിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ഇറിഗേഷൻ. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു എക്സാം, അതായത് ഈ കഴിഞ്ഞ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഓവർസിയറിൻ്റെ എക്സാമിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഡെഫിനിഷനുകളുടെ ഒരു ഇമ്പോർട്ടൻസാണ്. ചില ക്വസ്റ്റ്യൻസ് തന്നെ നേരിട്ട് ഡെഫിനിഷൻസ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഒരു ഡെഫിനിഷൻ എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഏത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലെവലിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്നിട്ട് അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ലെവലിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറക്റ്റ് ഡെഫിനിഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അതൊരു ട്രെൻഡായിട്ട് ഇനി വരാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസിനും കൂടെ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ റിമോട്ട് സെൻസിങ്, അതിൻ്റെയും ഡെഫിനിഷൻ വെച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതുപോലെ ഇറിഗേഷൻ ആയാലും, ഇറിഗേഷനിൽ ആണ് ഏറ്റവും കൂടുതൽ ഡെഫിനിഷന് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനിഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അടുത്ത ടോപ്പിക്കാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ മെക്കാനിക്കൽ സൈഡിലുള്ള വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ പറഞ്ഞായിരുന്നു. ഇനി സിവിൽ സൈഡ്. അപ്പോൾ സിവിൽ സൈഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻലി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ കൺസെപ്റ്റ്സ് ആണ്. അതായത് സ്ട്രെസ്, സ്ട്രെയിൻ, ഹൂക്സ് ലോ, പിന്നെ ബാക്കിയുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതിൻ്റെ കൺസെപ്റ്റുകൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ്, വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിച്ചില്ല, കാരണം ഗ്രേഡ് 3 ആയതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലംസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും ഒരു ബേസിക് കൺസെപ്റ്റ്സ്, അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ, സ്ലോപ്പിൻ്റെ വാല്യൂ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ വരുന്നതാണ് സർവേയിങ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സൈഡിൽ നിന്ന് എന്തായാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് സർവേയിങ്. നല്ലപോലെ പഠിക്കണം, ഡെപ്തായിട്ട് തന്നെ നല്ലപോലെ പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക. കാരണം സർവേയിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ കൺസെപ്റ്റ്സ് പഠിച്ചാൽ നമുക്ക് എന്തായാലും ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് പോകത്തില്ല. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സർവേ നല്ല മര്യാദയ്ക്ക് പഠിച്ചാൽ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ ചെയിൻ സർവേയിങ്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, അത് സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ഇച്ചിരി കൂടെ ഡെപ്തായിട്ട് പഠിക്കുക. ആണ് സിലബസ് നോക്കിയാൽ തന്നെ അറിയാം. പ്ലാനിങ് മീറ്റർ ആയാലും പാൻറ്റാഗ്രാഫ് ആയാലും കുറച്ചുകൂടെ അതിൻ്റെ പാർട്സും ഇച്ചിരും കൂടെ നമ്മൾ സാധാരണ നമ്മൾ സിവിലിൻ്റെ ഓവർസിയറിന് പഠിക്കുമ്പോൾ നമ്മൾ മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും പഠിക്കുന്നത്. പ്ലാനിങ് മീറ്ററും പാൻറ്റാഗ്രാഫിൻ്റെ ഒക്കെ ഡെഫിനേഷൻസ് മാത്രം പഠിച്ചു പോകും, എനിക്കറിയാം.
1 മാർക്കിൻ്റെ. പക്ഷേ ഇവിടെ അത് ഇച്ചിരി കൂടെ ഒന്ന് ഡെപ്തിൽ പോവുക, അതിൻ്റെ ഒരു വർക്കിങ്ങും അതിൻ്റെ പാർട്സ് അതെങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ഡെപ്തിൽ പോവുക. പിന്നെ കേർവ്സിനെ പറ്റി ഹൊറിസോണ്ടൽ കേർവ്സ്, വെർട്ടിക്കൽ കേർവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേർവ്സും അതിൻ്റെ കാര്യങ്ങൾ. അപ്പം സർവേയിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു. സിവിലിനകത്ത് സർവേയിങ്, ബിൽഡിംഗ് മെൻഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം എഴുതുമ്പോൾ അറിയാം, ഇപ്പം ഒരു കേരള PCയുടെ ഒരു ട്രെൻഡാണ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി കൺവെൻഷനലായിട്ടുള്ള ചോദിക്കുന്ന സബ്ജക്ട്സ് മാറ്റിയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പുതിയ സബ്ജക്ട്സ്, അതായത് ഇതുവരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സബ്ജക്ട്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം ഇത്രയും കാലങ്ങൾ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നിന്ന് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം സ്റ്റഡി സർക്കിളിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ജോയിൻ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്താണ് ഈ വീഡിയോ ലെക്ചേഴ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഓൺലൈൻ ടെസ്റ്റുകൾ, ക്വിസ് എല്ലാം ഈ ടെലിഗ്രാം സ്റ്റഡി സർക്കിളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 2000-2500 മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ചേർന്ന് ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ടെലിഗ്രാം സ്റ്റഡി സർക്കിൾ തുടങ്ങിയത്. അത് മാത്രമല്ല, നമുക്ക് വാട്സാപ്പിൽ ഒരു ജോബ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ടെലിഗ്രാം സ്റ്റഡി സർക്കിൾ മീൻസ് ഓൺലി അക്കാഡമിക് പർപ്പസ്. അതല്ല, നമുക്ക് ജോലി സംബന്ധമായ ഡൗട്ടുകൾ, ഈ ചിലപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് കുറേ ഡൗട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എല്ലാത്തിലെയും പറ്റി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ പല എവിടെയെങ്കിലും ജോബ് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ വാട്സാപ്പിൽ കൂടെയാണ് ചെയ്യുന്നത്. അതിൻ്റെയും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലും ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ് വാട്ട് ടു സ്റ്റഡി നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞു. ഇനി ഹൗ ടു സ്റ്റഡി, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യും. ഫസ്റ്റ് പോയിൻ്റാണ് ഇൻഡെപ്ത് സ്റ്റഡി ഇൻ ഈ സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ഡെപ്തിൽ പഠിക്കണം. കാരണം എന്ത് ചോദ്യം എവിടുന്ന് ചോദിച്ചാലും അത് ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് വേണം. എന്തുകൊണ്ടാണ്? കാരണം എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പം. പണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്ത് അത് മാത്രം പഠിച്ചാലും നമ്മൾ ലിസ്റ്റ് കയറാൻ പറ്റും. കാരണം അത്രയും കോമ്പറ്റീഷൻ ഇല്ലേ. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല. ഓൾറെഡി ഈ എക്സാമിന് പഠിച്ചു തുടങ്ങിയവരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് പിടിച്ചിരിക്കണമെങ്കിൽ നമ്മളും നല്ല ഡെപ്തായിട്ട് പഠിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇനി സമയമുണ്ട്, ഏകദേശം ഒരു 3-4 മാസം ഇനിയുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് നല്ലപോലെ ഇരുന്ന് ഡെയിലി നല്ല ഒരു ഫിക്സഡ് ടൈം അലോട്ട് ചെയ്തിട്ട് നല്ലപോലെ ഇരുന്ന് പഠിച്ചാൽ എന്തായാലും ഡെപ്തായിട്ട് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്, ഞാൻ എപ്പോഴും റിപ്പീറ്റായിട്ട് പറയുന്ന പോയിൻ്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ്, യുവർ സ്പീഡ് വിൽ ഇൻക്രീസ്. നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, നിങ്ങൾ ഓരോ ടോപ്പിക്കിനകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാവും. പണ്ട് തൊട്ടേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓക്കെ ഇന്നതാണ് ട്രെൻഡ് എന്നുള്ളൊരു ഇത് കിട്ടും. ചിലപ്പോൾ സർപ്രൈസിന് വേണ്ടി പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നാലോ, പണ്ട് ഫോളോ ചെയ്ത അതേ ഒരു പാറ്റേൺ ആണ് ഇനിയും വരാൻ പോകുന്ന എക്സാമിങ്ങിൽ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്തവർക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. 2. ഇനി മൂന്നാമത്തെയാണ് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ സർവേയിങ് പഠിച്ചു. സർവേയിങ്ങിനകത്ത് ഈ ഒരു വാട്ടർ അതോറിറ്റിക്ക് ഏത് ടോപ്പിക്കാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്? ചിലപ്പോൾ അത് പ്ലാനിങ് മെറ്റർ ആയിരിക്കും, മീൻസ് മൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം പ്രീവിയസ് ഇയർ ചെയ്താൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താലുള്ള ഗുണം. ഓക്കെ ആണല്ലോ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് തന്നെ ഈ ഓൺലൈൻ ടെസ്റ്റുകളും മോക്ക് ക്യൂസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ പഴയ ക്വസ്റ്റ്യനുകൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ പുതിയ മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള പുതിയ ക്വസ്റ്റ്യൻസ് ചിലപ്പം കിട്ടും ഭാഗ്യം കൊണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ചിലപ്പം പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ അത് ചോദിക്കുകയും ചെയ്യും. അപ്പം വളരെ നല്ലൊരു കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പിച്ചോ നിങ്ങൾ ലിസ്റ്റിലും കയറും. നിങ്ങൾ നമ്മളെപ്പോഴും ലിസ്റ്റിൽ കയറുന്നതല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ആ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തണം. എത്രത്തോളം മുന്നിലെത്താവോ ഏറ്റവും മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് മുന്നിലെത്തണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടത്തുള്ളൂ. നമ്മുടെ മെയിൻ എയിം അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നിങ്ങൾ കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? ഒരു കാര്യം ഒരു എയിം ഉണ്ടെങ്കിൽ അത് എപ്പോഴും നേടുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം.
ഇടയ്ക്ക് ചിലപ്പോൾ ഡിപ്രഷൻസ് വന്നിരിക്കാം, പക്ഷേ അവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. യു കീപ്പ് ഓൺ മൂവിങ് ഫോർവേഡ്. ആ ഒരു ഗോൾ എത്തുന്നവരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡ് വൺ, പോസിറ്റിവിറ്റി. എന്ത് വന്നാലും പോസിറ്റീവായിട്ടിരിക്കുക. ചിലപ്പം ലൈഫിൽ നെഗറ്റിവിറ്റി, ഒരു സാഡ്നെസ് വരാം, ഡിപ്രഷൻ വരാം, പക്ഷെ അതിനെല്ലാം ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. ഫെയിലിയേഴ്സ് വരാൻ ലൈഫിൽ, ഫെയിലിയേഴ്സ് വന്നില്ലെങ്കിലാണ് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത്. ഫെയിലിയേഴ്സ് വരണം, കാരണം ഫെയിലിയേഴ്സ് വന്നാൽ നമുക്ക് ലൈഫിൽ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൽ നിന്ന് നമുക്ക് സക്സസ്സിലോട്ടുള്ള മുന്നോട്ടിലോട്ട് വാതിൽ തുറന്നു. അങ്ങനെ നമ്മൾ സക്സസ് കിട്ടുന്നവരെ വളരെ പോസിറ്റീവായിട്ടും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നേരിട്ട്. അതിനുവേണ്ടി ഞങ്ങളും പരിശ്രമിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇതിനു വേണ്ടിയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഫുൾ സപ്പോർട്ട് തരിക, നമ്മളും കട്ട സപ്പോർട്ട് അങ്ങോട്ടും തരുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.